ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോമോയ്ക്കകത്ത് ബിഗ് ബോസ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്ന ഒരു മുട്ടൻ പണിയാണ്. ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല, ഞാൻ കൈ നിട്ടതാണ് കേട്ടോ. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക് ആണ്. ബഡ്ഡീസ് എന്നാണ് ടാസ്കിന്റെ പേര്. തമിഴ് സീസൺ 8 വന്നിട്ടുള്ള ഒരു ടാസ്ക് ആണ്. വീടിന് പുറത്തായിട്ട് 3 പെട്ടികൾ വെച്ചിട്ടുണ്ടാവും. ആ 3 പെട്ടികളും എടുക്കാനായിട്ട് 3 പേരും ഓടണം. ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ബസർ ടു ബസർ ആണ്. 10 സെക്കൻഡോ മറ്റോ ആണെന്ന് തോന്നുന്നു ടൈം ലിമിറ്റ്. അത് പണിപ്പുരയിലേക്ക് ഓടുന്ന അത്ര എളുപ്പമൊന്നും അല്ല. ഇത് അത്യാവശ്യം അകലെ ആയിരിക്കും വെച്ചിരിക്കുക. മെയിൻ ഗേറ്റ് തുറന്നു കൊടുക്കും. മെയിൻ ഗേറ്റ് വഴി ഓടിപ്പോയി അത് എടുത്തോണ്ട് വരണം എന്നുള്ളതാണ് ടാസ്ക്. ഇതാരാണ് ഇതിനകത്ത് പരാജയപ്പെടാൻ പോകുന്നത് എന്നുള്ളത് സത്യമായിട്ട് പ്രോമോ കണ്ട് മനസ്സിലാകുന്നില്ല. എനിക്കൊന്ന് ആദിലയാണെന്നാണ് തോന്നുന്നത്. കാരണം നൂറയുടെ ഒരു വെപ്രാളമൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ആദില പുറത്തായോ? ആദില പുറത്തായെന്നാണ് ഈ പ്രോമോ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. കാരണം 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ഗേറ്റ് ഇങ്ങനെ അടയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആരാണ് പുറത്താകുന്നത്, എന്താണ് ഏതാണെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇങ്ങനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. തമിഴ് സീസൺ 8 ഇത് കൊടുത്ത സമയത്ത് ഒരു മത്സരാർത്ഥി പുറത്തായതാണ്. ഈ രീതിയിൽ തന്നെ ഒരു മത്സരാർത്ഥി ഔട്ടായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് ആണെന്ന് വേണം ഇത് പറയാനായിട്ട്. കാരണം ഇത് ആ രീതിയിലുള്ളൊരു ടാസ്ക് ആണ്. ഇങ്ങനെയാണ് 10 സെക്കൻഡ് കൊണ്ട് അത്രയും അകലെ വെച്ച് അത് പോയി എടുത്തുകൊണ്ട് വരിക. അക്ബർ, അനിമോള്, പിന്നെ ആദില, ഇവർ 3 പേരുമാണ് ടാസ്കിൽ പങ്കെടുക്കുന്നത്. ആദില പുറത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോമോ കണ്ട സമയത്ത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.